നമ്മുടെ കോഴ്സിൻ്റെ ഒന്നാമത്തെ മൊഡ്യൂളിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഫേസ്ബുക്ക് പേജ് എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, അതേപോലെ തന്നെ ആ പേജിൽ എങ്ങനെയാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഈ വാട്സപ്പ് നമ്പർ കണക്ട് ചെയ്യുന്നത് നമ്മൾ പലരും ഫേസ്ബുക്കിൽ ഇപ്പം പരസ്യത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. പരസ്യത്തിന് താഴെ വാട്സപ്പ് എന്നുള്ള ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ അവർക്ക് നേരിട്ട് നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മുടെ പരസ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പേജിൽ ഏത് വാട്സപ്പാണ് കണക്ട് ചെയ്തേക്കുന്നത് ആ വാട്സപ്പിലേക്കായിരിക്കും നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിനെ എത്തിക്കാനായിട്ട് സാധിക്കുക. അതുകൊണ്ടാണ് നമ്മൾ പേജിൽ വാട്സപ്പ് നമ്പർ കണക്ട് ചെയ്യുന്നത്. പിന്നെ ഈ കോഴ്സ് പഠിക്കുന്ന എല്ലാ ആൾക്കാർക്കും സ്വന്തമായിട്ടൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. ഇല്ലാന്നുണ്ടെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു പേഴ്സണൽ അക്കൗണ്ടിൽ നിന്നാണ് നമ്മളെപ്പോഴും പേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുക. അതിനായിട്ട് ആദ്യം നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ബ്രൗസർ ഓപ്പൺ ചെയ്ത ശേഷം അതിൽ ഫേസ്ബുക്ക് എന്ന് സെർച്ച് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യുക. ഓൾറെഡി ലോഗിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇതിൽ പാസ്വേഡും യൂസർ ഐ ഡി ഒന്നും ചോദിക്കാത്തത്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കുക. ഡീറ്റെയിൽസ് കൊടുത്ത് ലോഗിൻ ചെയ്ത ശേഷം ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഇവിടെ കുറേ ഓപ്ഷൻസ് കാണാം. ചില ആളുകൾക്ക് ഇവിടെ ഏറ്റവും ടോപ്പിൽ തന്നെ പേജ് എന്നുള്ള ഓപ്ഷൻ കാണും. അല്ലെങ്കിൽ ഈ സീ മോർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴെ പേജ് എന്നുള്ള ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. ആ പേജ് ഉള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. പേജ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൽ ക്രിയേറ്റ് ന്യൂ പേജ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. ക്രിയേറ്റ് ന്യൂ പേജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിൽ നമ്മുടെ പേര്, നമ്മുടെ കമ്പനിയുടെ പേരാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇത് നമ്മുടെ എന്താണോ യഥാർത്ഥ കമ്പനി പേര് ആ പേര് തന്നെ കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു സാമ്പിൾ പർപ്പസ് ആയതുകൊണ്ട് തന്നെ സാമ്പിളായിട്ടുള്ളൊരു നെയിം കൊടുക്കുകയാണ്. അതേപോലെ തന്നെ കാറ്റഗറി, ഏത് മേഖലയിലാണ് നമ്മുടെ ബിസിനസ് ഉള്ളതെന്ന്. ഇപ്പം മാർക്കറ്റിംഗ് ആൻഡ് അഡ്വർടൈസ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിംഗ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഡ്രോപ്പ് ഡൗൺ ആയിട്ട് ഓപ്ഷൻസ് വരും, സജഷൻസ് വരും, അതിൽ സെലക്ട് ചെയ്യാം. ഇനി അതല്ല ബേബി ഫുഡ് പ്രോഡക്റ്റ് മേഖലയിലുള്ളവരാണെങ്കിൽ അങ്ങനെ കൊടുക്കാം, ഗ്രോസറി മേഖലയിലുള്ളവരാണെങ്കിൽ അങ്ങനെ കൊടുക്കാം. അങ്ങനെ നമുക്ക് നമ്മളെ ബിസിനസ് ഏത് കാറ്റഗറിയിലാണോ വരുന്നത് ആ കാറ്റഗറീസ് ഇവിടെ സെലക്ട് ചെയ്യാം. അതിനുശേഷം ബയോ കൊടുക്കേണ്ടവർക്ക് ബയോ കൊടുക്കേണ്ടവർക്കല്ല, എല്ലാവരും നമ്മുടെ കംപ്ലീറ്റ് പേജിൽ ആവശ്യമുള്ള എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ബയോയിൽ നമ്മുടെ എന്താണ് ബിസിനസ് എന്നോ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ബിസിനസ് മാർക്കറ്റ് ചെയ്യുന്ന പ്രോഡക്റ്റുകളെന്നോ സർവീസ് എന്നുള്ളോ ജസ്റ്റ് ഒരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുക്കുക. അതിനുശേഷം ക്രിയേറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ പേജ് ക്രിയേറ്റഡ് ആയി. ക്രിയേറ്റ് പേജ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജിലേക്കായിരിക്കും നമ്മൾ വരിക. അതിൽ നമ്മുടെ വെബ്സൈറ്റ് കൊടുക്കണം. അതിന് താഴെ നമ്മുടെ നമ്പർ കൊടുക്കുക. കൺട്രി കോഡ് കിടക്കുന്ന വേറെ ഏതെങ്കിലും കൺട്രിയുടെ ആണെന്നുണ്ടെങ്കിൽ അത് മാറ്റി ഇന്ത്യ 91 എന്ന നമ്മുടെ കൺട്രി കോഡിൽ കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. അഡ്രസ്സ് കൊടുക്കുക. ടൗൺ ഓർ സിറ്റി സെലക്ട് ചെയ്യുക. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡ്രോപ്പ് ഡൗൺ ആയി വരും, അത് സെലക്ട് ചെയ്താൽ മതി. പിൻകോഡ്, നമ്മുടെ പോസ്റ്റൽ കോഡ് കൊടുക്കുക. പിന്നെ വർക്കിംഗ് ടൈം എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും പർട്ടിക്കുലർ വർക്കിംഗ് അവേഴ്സ് ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക. ഓൾവേസ് ഓപ്പൺ ആണെങ്കിൽ നമുക്ക് അത് സെലക്ട് ചെയ്യാം. അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ പ്രൊഫൈൽ പിക്ചർ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ കവർ ഫോട്ടോ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ലോഗോ, പ്രൊഫൈൽ പിക്ചറായിട്ട് നമ്മൾ ലോഗോ കൊടുക്കണം, അങ്ങനെ കൊടുക്കാം. കവർ ഫോട്ടോ എന്ന് പറയുന്നത് നമ്മൾ ഈ താഴെ ഇതാണ് പ്രൊഫൈൽ പിക്ചർ, ഈ റൗണ്ടിൽ കാണുന്നത്. ഇതിൻ്റെ ബാക്കിൽ കാണുന്നതാണ് കവർ ഫോട്ടോ എന്ന് പറയുന്നത്. അത് നമ്മുടെ എന്തെങ്കിലും സർവീസസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡിസൈൻസ് ആ സൈസിൽ നമുക്ക് ചെയ്തെടുത്ത ശേഷം അതിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ആഡ് ആക്ഷൻ ബട്ടൺ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിൽ ബട്ടൺ എന്താണ് പേര് കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ വാട്സപ്പ്, ചില ആൾക്കാർക്ക് എന്തെങ്കിലും അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യുന്നതായിരിക്കും കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഓർഡർ, അല്ലെങ്കിൽ ഇപ്പം റെസ്റ്റോറൻ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ഓർഡർ എന്നുള്ളത് കൊടുക്കാം. അതുപോലെ വ്യൂ ഷോപ്പ്, നമ്മൾ എന്തെങ്കിലും കൊമേഴ്സ് ഒക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ് അല്ലെങ്കിൽ വ്യൂ ഷോപ്പ് എന്നുള്ള കൊടുക്കാം. അതായത് ഈ ബട്ടണിൻ്റെ മേളിൽ തെളിഞ്ഞ് വരുന്ന പേരാണ് ഈ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വാട്സപ്പ് നമ്പറാണ് കണക്ട് ചെയ്യാൻ പോകുന്നതെങ്കിൽ സെൻഡ് വാട്സപ്പ് മെസ്സേജ് എന്നുള്ള ബട്ടൺ സെലക്ട് ചെയ്യാം. എന്നിട്ട് താഴെ നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ നമ്മൾ കണക്ട് ചെയ്യേണ്ട നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബിസിനസ് വാട്സപ്പിൻ്റെ നമ്പർ ആയിരിക്കണം ഇവിടെ കൊടുക്കേണ്ടത്, അല്ലാന്നുണ്ടെങ്കിൽ ഇത് കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തില്ല.
അതിനുശേഷം സെൻഡ് കോഡ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ വാട്സപ്പ് നമ്പറിലേക്ക് ഒരു കോഡ് വരും. അതായത് ആ വാട്സപ്പ് നമ്പറിലേക്ക് ഒരു OTP കോഡ് വരും. ആ കോഡ് ഇവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് കൺഫേം ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ വരുന്ന വാട്സപ്പ് കോഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സേവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബട്ടൺ നമ്മുടെ പേജിലേക്ക് ആഡഡ് ആയി. ഇതാണ് നമ്മുടെ പേജിൽ കാണുന്ന ബട്ടൺ. നമ്മളിപ്പോൾ ആഡ് ചെയ്ത ബട്ടൺ വരിക ഇവിടെ ആയിരിക്കും. ഇതിൽ ജസ്റ്റ് വാട്സപ്പ് എന്നുള്ള ക്ലിക്ക് ചെയ്താൽ കസ്റ്റമേഴ്സിന് നമുക്ക് ഡയറക്റ്റ് വാട്സപ്പിൽ മെസ്സേജ് അയക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമ്മൾ ഫേസ്ബുക്കിൽ പരസ്യം കൊടുക്കുന്ന സമയത്ത് നമ്മുടെ പരസ്യത്തിന് താഴെ ഒരു വാട്സപ്പ് എന്നുള്ള ബട്ടൺ കൊടുത്തിട്ട് നമുക്ക് പരസ്യം ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുമ്പോൾ അത് കാണുന്ന ആൾക്കാർക്ക് നേരിട്ട് വാട്സപ്പ് എന്നുള്ള ബട്ടനെ ക്ലിക്ക് ചെയ്ത് നമ്മളിപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന ഈ പേജിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് അവർക്ക് നേരിട്ട് മെസ്സേജ് അയക്കാനായിട്ട് പറ്റുന്നതായിരിക്കും.